ഹലോ, നല്ല നമസ്കാരം. സി ജോസഫ് വിജയ് എൻ നെഞ്ചുകൂടിയിരിക്കും നമ്മുടെ അണ്ണൻ ജനനായകൻ കണ്ടിറങ്ങിയിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം തന്നെ പറയട്ടെ, കഥയിൽ ചോദ്യമില്ല എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ കഥയിൽ ചോദ്യങ്ങൾ ചോദിച്ചാലല്ലേ ഈ കഥ ഒരു മനോഹരമാകുകയുള്ളൂ. ഒരു സിനിമാ സ്നേഹി എന്നുള്ള നിലയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് ജനനായകൻ പറയുന്നത്? സ്വന്തം മകളെ ഒരു മിലിറ്ററി ഓഫീസറാക്കാൻ അല്ലെങ്കിൽ മിലിറ്ററിയിൽ ചേർക്കാൻ പരിശ്രമിക്കുന്ന ഒരു അച്ഛൻ. എന്നാൽ മകൾക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല, അവളുടെ ആരോഗ്യം അതിന് അനുവദിക്കുന്നുമില്ല. എന്നിട്ടും പിതാവ് പരമാവധി ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ ഇല്ലെങ്കിലും എൻ്റെ അഭാവത്തിലും ജീവിതം മുന്നോട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി മകളെ പഠിപ്പിക്കാൻ നോക്കുന്ന ഒരു അച്ഛൻ. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് തെലുങ്ക് സിനിമയിൽ കാണുന്നവർക്ക് എവിടെയോ ഒരു കത്തി പാസം, തെലുങ്കിൽ നന്ദഗോപരി ബാലകൃഷ്ണ അഭിനയിച്ച ആ സംഭവം തന്നെയാണ് ഇത്. ഭഗത് കേസരി തമിഴിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു സീനും മാറ്റിയിട്ടില്ല, അതേപോലെ തന്നെ എടുത്തു വച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അങ്കിൾ കോംബോ ആണെങ്കിൽ ഇവിടെ അച്ഛനും മകളും എന്നുള്ള ആ ഒരു രീതിയിൽ മമിത ബൈജു ഇവിടെ പിന്നെ മകളായിട്ട് വരുന്നു. അത് തന്നെയാണ് ഇവിടെ പൂജ ഹെഡ് നായികയായിട്ട് വരുന്നു. വില്ലനെ അറിയാമല്ലോ. അപ്പോൾ റീമേക്ക് ആണെങ്കിൽ പോലും അതിൽ ചെറിയ മാറ്റങ്ങൾ തമിഴിനോട് ചേർന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട്. കുറേ കത്തികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ റീമേക്ക് എടുത്ത് വച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, സിനിമയിൽ കുറച്ച് സമയം അപ്പനും മകളും തമ്മിലുള്ള ആ ഒരു പാസം പച്ചപിടിപ്പിക്കാൻ സംവിധായകൻ നന്നായിട്ട് തന്നെ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് അടിത്തറയില്ലാത്ത കഥ ആയതുകൊണ്ട് തന്നെ ആ ഇമോഷൻ പിന്നെ ഒട്ടും തന്നെ നമുക്ക് ദഹിക്കാത്ത രീതിയിലാണ് പോയത്. ആ ഒരു ഇമോഷൻ ഡ്രാമ നല്ല പരാജയമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിലെ നായിക എന്തിനു വേണ്ടിയാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പാട്ടുകൾക്ക് വേണ്ടി മാത്രമാണോ നായിക? എന്താണ് നായികയ്ക്ക് ഇതിൽ ചെയ്യാനുള്ളത്? ഒരു നിഴലായിട്ട് വിജയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അല്ലാതെ ആ കഥാപാത്രത്തിന് സിനിമയിൽ യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നുള്ളതാണ് സത്യം. ഈ സിനിമയിൽ വിജയുടെ കഥാപാത്രം കൈവയ്ക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ്. പോലീസ്, പൊളിറ്റിക്സ്, എവിടെയൊക്കെ കൈവയ്ക്കാൻ പറ്റുമോ അവിടെ എല്ലാം തന്നെ കക്ഷി കൈവയ്ക്കുന്നുണ്ട്. പറഞ്ഞു വരുമ്പോൾ വിജയ് എന്ന നടനെ ആരോ രാഷ്ട്രീയത്തിലെന്തോ വലിച്ചു തള്ളിക്കയറ്റി വിട്ടതുപോലെയാണ്. അദ്ദേഹം സ്വയം ചാടിപ്പോയതല്ലേ രാഷ്ട്രീയത്തിലേക്ക്. അതുകൊണ്ട് തന്നെ തമിഴകം വെട്ടിക്കടകം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ എൻട്രിക്ക് പിന്തുണ നൽകുക എന്നുള്ള നിലയ്ക്ക് നോക്കിയാൽ ജനനായകൻ ഒരു വലിയ സക്സസ് സിനിമ തന്നെയാണ്. ഇതിൽ TVK എന്ന് പറയുന്ന പാർട്ടിയുടെ എൻട്രിയും കയ്യിൽ പച്ച കുത്തിയിട്ടുള്ള രംഗവും ഒക്കെ കിടിലമെന്ന് വെച്ചാൽ കിടിലമായിരുന്നു. TVKയുടെ ഡെഫിനേഷനൊക്കെ മാസ തന്നെയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും സിനിമ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന TVKയുടെ ആ പൊളിറ്റിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തീർക്കാൻ പോലും സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വെറും ഒരു പഞ്ച് ഡയലോഗുകൾ അടിക്കുന്നതിനപ്പുറം കൃത്യമായ രാഷ്ട്രീയ നിലപാട് സിനിമയിൽ പങ്കുവയ്ക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അടുത്ത വിഷയം എന്ന് പറയുമ്പോൾ ഈ സിനിമയ്ക്കകത്തു സംഭവിച്ച ചില പിന്നെ നെഗറ്റീവ്സ് ആണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ശാപം ഇതിൻ്റെ ദൈർഘ്യം തന്നെയാണ്. 3 മണിക്കൂറിന് മുകളിൽ ടൈം ലൈൻ, അതൊരു ആവശ്യമില്ലാതെ വലിച്ചു നീട്ടിയ ഒരു ദൈർഘ്യം പ്രേക്ഷകന്റെ ക്ഷമയെ നന്നായിട്ട് തന്നെ പരീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു നിരാശ ഇതിലെ ഡാൻസ് രംഗങ്ങളാണ്. വിജയ് വളരെ ഗംഭീരമായിട്ട് തന്നെ എനർജിക്കായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വിജയ് സിനിമ കാണുമ്പോൾ നമുക്ക് പാട്ട് വരുമ്പോൾ ആ ഒരു എനർജി ഉണ്ടാകും. പക്ഷെ ആ ഒരു എനർജി, ആ ഒരു തുള്ളിച്ചാട്ടം ഈ സിനിമയിൽ ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. തിയേറ്ററിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു മരണ വീട്ടിൻ്റെ ഒരു അന്തരീക്ഷമാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷം. കഥയില്ലാത്ത ആ ഒരു നീളൻ സിനിമയായിട്ട് നീണ്ടുപോയത് കൊണ്ട് പാട്ടിന് വേണ്ടത്ര പ്രസക്തിയും ലഭിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാങ്കേതിക വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗീത സംവിധായകൻ അനിരുദ്ധ് പാവം പരമാവധി കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടുണ്ട് ഓരോ സീനുകളെയും നന്നായിട്ട് തന്നെ BGM കൊണ്ട് പിടപ്പിക്കാൻ വേണ്ടി. പക്ഷേ എന്ത് ചെയ്യാൻ, കൃത്യമായിട്ടുള്ള കഥയില്ലാത്തത് കൊണ്ട് ആ പശ്ചാത്തല സംഗീതം പോലും വേണ്ടത്ര ശോഭിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ക്യാമറ വർക്ക് വളരെ മനോഹരമായിരുന്നു. പക്ഷേ ആക്ഷൻ സീക്വൻസുകളും പിന്നെ ആ ഒരു ക്യാമറ വർക്കിനോടൊപ്പം തന്നെ കിടിലം എന്ന് വെച്ചാൽ കിടിലമായിരുന്നു. പക്ഷേ വിജയ്യുടെ ആ ഒരു പിന്നെ ഡാൻസ് കൊണ്ടോ അതല്ലെങ്കിൽ BGM കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ആക്ഷൻ സീക്വൻസ് കൊണ്ടോ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, അത് 3 മണിക്കൂറിന് മുകളിൽ. ചുരുക്കത്തിൽ ഈ സിനിമ എന്നെ നിരാശപ്പെടുത്തി. വെറും ചവർ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തിനു വേണ്ടിയായിരുന്നു ഈ സിനിമ
ഇങ്ങനെ വീണ്ടും ഇറക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? പൊടിയടിച്ചിരുന്ന ഒരു സിനിമ അവിടെ തന്നെ പൊടിയടിച്ചിരുന്നിരുന്നെങ്കിൽ നമുക്കൊരു ഫീൽ ഉണ്ടാകുമായിരുന്നു. അതായത് വിജയുടെ സിനിമ ഓക്കെ, ആരും കണ്ടില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൊരു സിനിമ അവിടെ ഇരിപ്പുണ്ട്, ആ സിനിമ നമുക്ക് വരുമ്പോൾ എപ്പോഴെങ്കിലും കാണാം. അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മാറിയ പൊളിറ്റിക്സിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ അതിന് ഒന്നുകൂടി റീവർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ സിനിമ കിടിലമാകുമായിരുന്നു. വിജയ് പോലെ കോടിക്കണക്കിന് ആരാധകരുള്ള ഒരു വലിയ നായകന് നൽകാൻ പറ്റിയ ഒരു യാത്രയപ്പ് സിനിമയല്ല ജനനായകൻ. ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്ന നിലയിൽ വിജയ്ക്ക് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം, പക്ഷേ ഈ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഇത് തികഞ്ഞ നിരാശ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്